ഹലോ ഗൈസ്, ലാസ്റ്റ് ഡേ ഇൻ ഊട്ടിയാണ് ഗൈസ് നമ്മുടെ. അപ്പോൾ നമ്മളിന്ന് തിരിച്ച് തൃശ്ശൂർക്ക് പോവാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, പാർട്ട് 3. അങ്ങനെ ഗൈസ്, ഇന്നലെ റെഡിയാവാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഇന്ന് റെഡിയാവാൻ എനിക്ക് നല്ലപോലെ സമയം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആടിപ്പാടിയൊക്കെയാണ് റെഡി ആയത്. അപ്പോൾ നമ്മൾ എല്ലാവരും റെഡി ആയിക്കട്ടെ, നമ്മൾ ഫുഡ് കഴിക്കാനാട്ടോ പോയത്. അങ്ങനെ ഞാൻ ഒരു ഹോർലിക്സ് ആദ്യം മേടിച്ചു, പിന്നെ മസാല ദോശ, പിന്നെ ബ്രെഡ് ടോസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇച്ചിരി നേരം വൈകി വന്നുകൊണ്ട് അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഇന്ന് ചെക്കൗട്ട് ചെയ്യേണ്ടത് കണ്ട് നമ്മൾ 11:30-ക്കാണ് ഇറങ്ങാമെന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ 11:30 വരെ അവിടെ ഇവിടെ ആടിപ്പാടി നടക്കൽ, റീലെടുക്കണമെന്ന് ആലോചിക്കൽ, ഡാൻസ് പ്രാക്ടീസ് ചെയ്യൽ, അങ്ങനെയുള്ള ബോറടിച്ച് സത്യം പറഞ്ഞാൽ നല്ല ലാഗായിരുന്നു ആ സമയം വരെ. ഇന്നലെയൊക്കെ എനിക്ക് റൂമിലിരിക്കാനായിരുന്നു ആഗ്രഹം, പക്ഷേ ഇന്ന് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനായിരുന്നു ആഗ്രഹം. എന്താണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇതാണ് നമ്മുടെ രാത്രി കണ്ടിലേക്ക് മലയുടെ മുകളിലൊക്കെ കോട. അങ്ങനെ ഞാനിങ്ങനെ ഇവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാണ്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങൾ ഊട്ടിക്ക് വരുമ്പോൾ എന്തായാലും ഈ ഹോട്ടലിലേക്ക് വരണം, നെഹ്റു. ഓക്കെ ഗേൾസ്, അങ്ങനെ ഞാനിവിടെ പാട്ടും പാടി. ഈ പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡാൻസിൻ്റെ ഒക്കെ ഒരു ഇത് കണ്ടിട്ട്, ഒരിത് കണ്ടിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങി ഗേൾസ്. നമ്മൾ ആദ്യം പോയത് ഒരു ചർച്ചിലേക്കാണ്. എനിക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എനിക്ക് പേര് ഓർമ്മയില്ല കേട്ടോ. ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം ചർച്ചിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആയൊരു ആളവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ അവിടെ എന്താ പറയുക, വറക്കി മേടിച്ചിട്ട് നമുക്ക് ഇവിടേക്ക് വീണ്ടും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വർക്കിയുടെ അവിടെ പോയി വറക്കി ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗേൾസ്, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ചാക്ക് എന്താ പറയുക, ഒരു 10 പാക്കറ്റ് വറക്കിയോളം മേടിച്ചിട്ടുണ്ട്, കുറച്ച് ആൾക്കാർക്ക് കൊടുക്കണമായിരുന്നു. അങ്ങനെ ഞാൻ എന്താ പറയുക, ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണ ഒരു ഇതിലായിരുന്നു. പിന്നെ അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇന്ന് ഇച്ചിരി ഒരു വയ്യായ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് അമ്മ ഒന്നും കഴിച്ചില്ല നേരെ. അങ്ങനെ നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ആയത് ഈ ചർച്ചിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ പള്ളി കയറിയിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അവിടെ കയറുന്നത്, പക്ഷെ എനിക്ക് കയറാനുള്ളത് ഇത് കിട്ടണില്ല ഗീസ്. ഇന്ന് ഞാൻ ഷൂ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ അവിടെ കയറിയില്ല, കാരണം എനിക്ക് ഷൂ അയച്ച് കെട്ടാനൊക്കെ ഭയങ്കര പാടാണുണ്ട്. ഞാനവിടെ ഈ പള്ളിയിൽ കയറുന്നത് എനിക്കുണ്ടായിരുന്നു, കയറാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് എന്താ പറയുക, ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളവിടെ എത്തിയിട്ട് ആയൊരു ആൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് നേരം 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു ഗായ്സ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ഈ അമ്മൂമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കേക്കൊക്കെ മേടിച്ചു, ഹേസൽനട്ടിൻ്റെ. എന്താ പറയുക, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കാറിൽ കയറി. ഞാൻ വിചാരിച്ചു ഹേസൽനട്ട് എന്ന് വിചാരിച്ച് ഈ ഒരു സംഭവമല്ല, പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റത്തെ ബൈറ്റ് എടുത്തപ്പോൾ അതിൻ്റെ മുകളിലത്തെ നമുക്കറിയാമല്ലോ ഹേസൽനട്ടല്ല, സോറി ഗേസ്, വാൾനട്ടിൻ്റെ ഈ ഒരു കയ്പ്പ്, ആ ഒരു സംഭവമാണ്. അല്ലാണ്ട് അത് അടിപൊളിയായിരുന്നു, ഞാൻ തന്നെ എടുത്ത് തിന്ന് തീർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടില്ലേ കാറിൽ ഫോട്ടോസും, അങ്ങനെ പല ഫോട്ടോസൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ തിരിച്ചു ഗേസ്. നമ്മൾ എന്താ പറയുക, തൃശ്ശൂരിക്ക് നമ്മൾ തിരിച്ചു. അപ്പം നമുക്ക് കോയമ്പത്തൂർ പോയിട്ട് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. 3 മണിക്ക് മുമ്പൊരു കടയിൽ കയറാണ്ടായിരുന്നു കേട്ടോ. കടയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവിടേക്ക് കയറാനുള്ളതുകൊണ്ടും അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത്. എന്നിട്ട് പിന്നെ നമ്മൾ മിനിസോയിൽ കയറിയിട്ടുണ്ടായിരുന്നു കോയമ്പത്തൂർ. അങ്ങനെ ഞങ്ങൾ പോണ വഴിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നല്ല തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ ഇടയിൽ നിന്നിട്ടുള്ള നല്ല അടിപൊളി വഴികളായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കൊരു തേയിലത്തോട്ടത്തിൻ്റെ അവിടെ വെച്ചൊരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. സോ ഞാൻ എടുത്തു. 2 പ്രാവശ്യം സെയിം വീഡിയോ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്തോ എൻ്റെ നടപ്പിൻ്റെ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയും. ഞാൻ ഉദ്ദേശിച്ചൊരു ഫൈനൽ റിസൾട്ട് എനിക്ക് കിട്ടിയില്ല. സാരില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. ഞാൻ കാറിലെത്തി, ഞാൻ ഹീൽസ് എടുത്തിട്ടു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നടക്കുമ്പോൾ പേടിയുണ്ടായിരുന്നു, കാരണം ഈ ഹീൽസ് വഴുക്കുന്നത് കൊണ്ട് തന്നെ അത് ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പാക്കിയത്. അങ്ങനെ നല്ല അടിപൊളി സ്ഥലമായിരുന്നു. പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഫുൾ കാണാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഉറക്കത്തിലൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല. കുറച്ചൊക്കെ എടുത്തു, കുറച്ചൊന്നും എടുത്തില്ല. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം നല്ല പോലെ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്.
അങ്ങനെ ഗൈസ് പോണ വഴിക്ക് ഞങ്ങൾ കരിക്കൊക്കെ മേടിച്ച് കുടിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം എന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കാണെങ്കിൽ നല്ല വൃത്തി വേണം, അതെനിക്ക് നല്ല, നമുക്ക് എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ. അപ്പോൾ ആ ഹോട്ടലിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വളരെ കുറച്ചെന്ന് വെച്ചാൽ കുറച്ച് മാത്രം എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. എനിക്കെന്തായാലും അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല കേട്ടാ. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അധികം കഴിച്ചു എന്ന് ചോദിച്ചാൽ കഴിച്ചില്ല ചോദിച്ചാൽ കഴിച്ചില്ല, അങ്ങനത്തെ ഉള്ള രീതിയിലാണ് കഴിച്ചത്. പിന്നെ നിങ്ങൾ കാണുന്ന പോലെ ഞങ്ങൾക്ക് വരുന്ന വഴിക്ക് അത്യാവശ്യം മഴ കിട്ടി. പക്ഷെ അത് ആ ഒരു റൂട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി പോയപ്പോൾ അവിടെ ഒന്നും മഴ പെയ്തിട്ടില്ല കേട്ടാ. അങ്ങനെ ഗീസ് കണ്ടില്ലേ, എൻ്റെ അമ്മേനെ സോപ്പൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, നമ്മൾ ആദ്യം വന്നത് ഇവിടേക്കാണ്. നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായിരുന്നു, ലക്ഷ്മി കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവിടെ ആയുർവേദത്തിൻ്റെ എത്തുവാണ്. അപ്പോൾ നമ്മളവിടെ കയറി നമ്മുടെ സാധനങ്ങൾ, പപ്പയ്ക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ പിന്നെ നമ്മൾ തിരിച്ചെങ്ങടാണ് ഗൈസ് പോകാൻ പോകുന്നത്? നമ്മൾ മിനിസോയിലേക്കാണ് ഗൈസ്. ഐ എം സോ എക്സൈറ്റഡ്. കാരണം ഞാൻ മിനിസോയിൽ 2ാമത്തെ പ്രാവശ്യമാണ് എൻ്റെ ലൈഫിൽ തന്നെ കയറാൻ പോണത്. സോ അവിടെ കയറിയിട്ട് എൻ്റെ ഉദ്ദേശിച്ച ഒരു സാധനം, ഞാൻ ഉദ്ദേശിച്ചത് ഒന്നും എനിക്കധികം കിട്ടിയില്ല. പക്ഷെ എന്നാലും ഉദ്ദേശിക്കാത്തത് കിട്ടിയതൊക്കെ. ഞാൻ സത്യം പറഞ്ഞാൽ ഉദ്ദേശിച്ച ഒരെണ്ണമാണ് ഫേസ് മാസ്ക്. അതിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനത് യൂസ് ചെയ്തതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് മേടിച്ചത്, വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ ഒക്കെ. പിന്നെ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ പറയാം, നമുക്ക് എന്തായാലും ബാക്ക് ടു സ്കൂളിൽ ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത് നമുക്കൊരു വ്ളോഗായിട്ട് ഇടാം ഗൈസ്. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ ജ്യൂസ് കുടിച്ചു. അമ്മ നാരങ്ങ കുടിച്ചു, പിന്നെ ഓറഞ്ച് ജ്യൂസ്. പിന്നെ ഞാൻ ഈ കരിക്ക് ഷേക്കാന്ന് വെച്ചിട്ട് ഇതാക്കിയതാണ്. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്താ പറയുക, നല്ലപോലെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ബട്ട് ഓക്കെയാണ്, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാൻ നോക്കണത് അവിടെ ഐസ്ക്രീം ഉണ്ടോ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐസ്ക്രീം മേടിച്ചോ എന്നുള്ളതാട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഐസ്ക്രീം കിട്ടി കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ ഐസ്ക്രീം ആസ്വദിച്ച് ഓരോ ബൈറ്റും ഓരോ രീതിയിൽ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ എന്താ പറയുക, നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. എപ്പോഴും യാത്ര തന്നെയാണല്ലോ. സോ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഏകദേശം നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു 8:30 7 മണി എപ്പോഴോ, എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ കേട്ടോ, അതൊന്നും നോക്കിയില്ല. അപ്പോൾ ഞാനെന്താ കുറേ നേരം കിടന്ന് ഉറങ്ങി. ലാസ്റ്റ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ എനിറ്റു പാലക്കാട് കഴിയാറായ ഇവിടെ എന്തായിരുന്നു നമ്മുടെ കുതിരാൻ ചുരത്തിയപ്പോൾ ഞാൻ എനിറ്റു കേട്ടാ. അങ്ങനെ അതും വീഡിയോ എടുത്ത് പിന്നെ വീണ്ടും കിടന്നത്. അതാണ് ഉണ്ടായ സംഭവം. ഓക്കെ. നമ്മുടെ കുതിരാൻ ചുരം കഴിഞ്ഞു. നമ്മൾ നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലെത്തി ഗൈസ്. എൻ്റെ നാട്, എനിക്കിവിടെ എല്ലാ സ്ഥലം അറിയാം എന്നല്ല ഞാൻ പറയണത്. പക്ഷെ എനിക്ക് ഇവിടെ നിന്നാൽ തന്നെ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ. അതിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെയല്ലേ. അങ്ങനെ ഗൈസ് നമ്മുടെ 3 ദിവസത്തെ ഊട്ടി വീഡിയോ ഈ വീഡിയോയുടെ കൂടെ കഴിയാട്ടോ.
അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഐ മീൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും പാർട്ട് 1ഉം പാർട്ട് 2ഉം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്കിനി വേറൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ദിസ് ഈസ് ശ്രീ ഫാമിലി 2012. അപ്പോൾ കേസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ, ലൈക്ക് ആൻഡ് ഷെയർ. ടാറ്റാ.